ഇന്നത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ തീമെന്ന് പറയുന്നത് ഇമ്മാനുവൽ, ഗാഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ജനിക്കുമ്പോൾ പറയപ്പെട്ട ഒരു പദമാണ് ഇമ്മാനുവൽ. ദാറ്റ് മീൻസ് ഗാഡ് ഈസ് വിത്ത് അസ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് നമ്മൾ പലപ്പോഴും ഒറ്റപ്പെട്ടവരായിരുന്നു. പക്ഷെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ചില സമയങ്ങളിൽ ദൈവം പോലും നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് തോന്നുന്ന ചില അവസ്ഥകളിലൂടെ നാം കടന്നു പോകാം. പക്ഷേ കർത്താവ് യേശു അങ്ങനെ കടന്നു പോയിട്ടുണ്ട്, ശിഷ്യന്മാർ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കണം, ഒരുപക്ഷെ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ആ ഒരു ടാഞ്ചിബിൾ പ്രസൻസ് ഫീൽ ചെയ്തില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം കർത്താവ് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-20 വാക്യത്തിൽ പറഞ്ഞു, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഇല്ല എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ പലപ്പോഴും ഏകാന്തത അനുഭവിക്കുമ്പോൾ, പലപ്പോഴും തിരസ്കരിക്കപ്പെട്ടു തോന്നുമ്പോൾ, കർത്താവെ അവർ മനസ്സിലാക്കട്ടെ, ദൈവം എന്നെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് ഒരിക്കലും എന്നെ കൈവിട്ട് കളയത്തില്ല. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഒരു കാലം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വാഗ്ദത്തത്തിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു.